ലോകകപ്പ് ഫുട്ബോളിൽ ഇംഗ്ലണ്ട് സെമിയിൽ കടന്നിരിക്കുന്നു. ക്വാർട്ടറിൽ തോറ്റ നോർവേ പുറത്തായി. 1-നെതിരെ 2 ഗോളിനാണ് ഇംഗ്ലണ്ടിന്റെ വിജയം. 2 ഗോളുകളും നേടിയത് ജൂഡ് ബെല്ലിംഗാമാണ്. അധിക സമയത്താണ് വിജയ ഗോൾ പിറന്നത്. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് ജയേഷ് പൂക്കോട്ടൂരും കോഴിക്കോട് നിന്ന് അഭിജിത്ത് മുഴക്കുന്നും നമുക്കൊപ്പം ചേരുകയാണ്. ആദ്യം ജയേഷിലേക്ക് പോവാം. ജയേഷ്, അപ്പോൾ ആധികാരികമായൊരു വിജയക്കുതിപ്പ് തുടരുകയാണ്. ഇംഗ്ലണ്ട് സെമിയിലേക്ക് മാർച്ച് ചെയ്തിരിക്കുന്നു. ബെല്ലിംഗാമിന്റെ തുടർച്ചയായ 2ാം മത്സരത്തിലും വിജയശില്പിയാകുന്നു. ഇരട്ട ഗോളുകൾ നേടുന്നു. 2018 ശേഷം ഇംഗ്ലണ്ടിന്റെ സെമി പ്രവേശം എല്ലാം കൊണ്ടും ആവേശകരമായ മത്സരമായിരുന്നു അല്ലേ ജയേഷ്? അതോടൊപ്പം ഹാലണ്ടിനെ എങ്ങനെ ഇംഗ്ലണ്ട് പൂട്ടിക്കെട്ടി? നോർവേ ആദ്യ ഗോൾ അടിച്ചത് നോർവേ ആണ്, പക്ഷേ പിന്നീട് 2 ഗോൾ തിരിച്ചടിച്ചുകൊണ്ടുള്ളൊരു വിജയം നേടിയെടുക്കാൻ ഇംഗ്ലണ്ടിന് കഴിഞ്ഞത് എങ്ങനെയാണ്? മത്സരത്തെ എങ്ങനെ വിലയിരുത്താം ജയേഷ്? ഇംഗ്ലണ്ടിന്റെ ആധികാരികമായ പ്രകടനം എന്ന് തന്നെ പറയേണ്ടി വരും. തുടക്കം മുതൽ തന്നെ ഇംഗ്ലണ്ട് ആക്രമിച്ചാണ് കളിച്ചത്. മറുവശത്തേക്ക് നോർവേ വരുമ്പോൾ ഒന്ന് ഡിഫൻസീവ് ലൈനിൽ കളിച്ചുകൊണ്ട് പിന്നീട് ആക്രമിച്ച് കളിക്കാമെന്നുള്ളൊരു രീതിയിലാണ് കൗണ്ടർ അറ്റാക്കിങ്ങിലൂടെ കിട്ടിയ അവസരങ്ങളിലൂടെ ഗോൾ കണ്ടെത്താമെന്നുള്ളൊരു ശ്രമത്തിലായിരുന്നു നോർവേ ഉള്ളത്. നോർവേയുടെ ആ ഒരു തന്ത്രം വിജയിക്കുകയും ചെയ്തു. 36-ാം മിനിറ്റിൽ തന്നെ ആൻഡ്രെ ഷെൽഡ്രൂപ്പിലൂടെ നോർവേ ആദ്യ ഗോൾ കണ്ടെത്തുകയാണ്. നോർവേയാണ് ലീഡ് എടുത്തത്. ഷെൽഡ്രൂപ്പിന്റെ മികച്ചൊരു ഗോൾ തന്നെയായിരുന്നു. ഒരു ലോ ആംഗിളിൽ നിന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ഷോട്ട് വരുന്നത്. അങ്ങനെ നോർവേയെ ലീഡിലെത്തിക്കുന്നു ഷെൽഡ്രൂപ്പ്. എന്നാൽ ആദ്യ പകുതിക്ക് തൊട്ട് മുമ്പായി തന്നെ നോർവേക്ക് ഡബിൾ അടിക്കാനുള്ള ലീഡ് 2ആക്കാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടായിരുന്നു. എന്നാൽ സോർലോത്തിൻ്റെ ഒരു സെൽഫിഷ് ഗെയിമിൽ അത് നഷ്ടമാവുകയായിരുന്നു. ഹാളണ്ടിനെ പാസ് ചെയ്യാനുള്ള എല്ലാ അവസരമുണ്ടായിട്ടും അദ്ദേഹം പാസ് നൽകിയില്ല. അങ്ങനെ ഒറ്റയ്ക്ക് കളിച്ചുകൊണ്ട് ആ ബോൾ നഷ്ടപ്പെടുന്ന ഒരു കാഴ്ച അത് മത്സര ഫലത്തിൽ നിർണായകമായി എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ആദ്യ പകുതിക്ക് തൊട്ട് മുമ്പായി തന്നെ ജൂഡ് ബെല്ലിംഗ്ഹാം ലീഡ് ഇംഗ്ലണ്ടിനെ ഒപ്പം എത്തിക്കുകയായിരുന്നു. മികച്ചൊരു പാസിലൂടെ തന്നെയായിരുന്നു. ആന്റണി ഗോർഡന്റെ മികച്ചൊരു പാസിൽ നിന്ന് 3 ടച്ച് ബോക്സിൽ വെച്ച് 3 ടച്ച് എടുത്തുകൊണ്ട് 4 നോർവേ പ്രതിരോധക്കാരുടെ ഇടയിൽ നിന്നുകൊണ്ടാണ് ജൂഡ് ബെല്ലിംഗാം ഗോൾ നേടിയ ഒരു ക്ലിനിക്കൽ ഫിനിഷറാണ് താനെന്ന് തെളിയിക്കുന്നത് തന്നെയായിരുന്നു ബെല്ലിംഗാമിൻ്റെ ഒരു ഗോൾ എന്ന് പറയുന്നത്. പിന്നീട് 2ാം പകുതിയിൽ ഇരു ടീമുകളും ആക്രമിച്ച് കളിച്ചെങ്കിലും പ്രത്യേകിച്ച് ബുക്കായ സോക്ക അടക്കമുള്ള താരങ്ങളെ തോമസ് തുഷേൽ കൊണ്ടുവന്നെങ്കിലും ഗോൾ മാത്രം പിറന്നില്ല. എന്നാൽ നോർവേ നിരയിലാവട്ടെ ഹാളണ്ടിനെ കൃത്യമായി ഗോയിക്ക് അടക്കമുള്ള താരങ്ങൾ കൃത്യമായി പൂട്ടുകയും ചെയ്തു. ആകെ 21 ടച്ച് മാത്രമാണ് ഹാളണ്ടിന് ഇന്ന് എടുക്കാനായത്. മാത്രമല്ല എക്സ്ട്രാ ടൈമിലേക്ക് നീങ്ങിയപ്പോൾ തന്നെ അദ്ദേഹത്തെ പിൻവലിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന് കാലിന് തുടക്കൊരു ചെറിയ പരിക്കിന്റെ ആശങ്കകൾ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹത്തെ പരിക്ക് മൂലം വലിക്കേണ്ട സാഹചര്യം വന്നത്. അങ്ങനെ എക്സ്ട്രാ ടൈമിന്റെ തുടക്കത്തിൽ തന്നെ ജൂഡ് ബെല്ലിംഗാമിലൂടെ ഒരു ഗോൾ തിരിച്ചടിക്കുകയും ചെയ്തു. ശരി, ജയേഷ് പൂക്കോട്ടറാണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ ലോകകപ്പ് വിശേഷങ്ങളിലേക്ക് നമ്മൾ വീണ്ടും തിരിച്ചെത്തും.